കുട്ടിപ്പാട്ടുകാരെ തേടി ടോപ്പ് സിംഗർ ഓഡിഷൻ UAE 8-നും 15-നും ഇടയിൽ പ്രായമുള്ള കുട്ടികൾക്ക് ഓഡിഷനിൽ പങ്കെടുക്കാം. ഓഡിഷനിൽ അസാമാന്യ പ്രകടനം കാഴ്ചവെക്കുന്നവർക്ക് ടോപ്പ് സിംഗർ ഗ്രാൻഡ് ഫിനാലയിൽ പങ്കെടുക്കാൻ അവസരം. പ്രവേശനം സൗജന്യം. രജിസ്റ്റർ ചെയ്യാൻ ഉടൻ വിളിക്കൂ +971 5263 10876. നവാസേ, നീ നേരത്തെ സൈറ്റ് പറഞ്ഞേ. എടാ മാർത്തടത്തെ മേശരി കൂടെ വരൂടാ, അങ്ങനെ അവിടെ കൂട്ടിക്കോ. ഞാൻ പടമുള്ള സൈറ്റിൽ പോയിട്ട് ഒരു 11 മണിയാവും എത്തും കേട്ടാ. നീ താമസിക്കല്ലേ? ആ ശരി ശരി. ഡേയ്, അവ എവിടെ? അതങ്ങനെ കാണും. ഞാൻ കുറേ നേരം വിളിക്കുന്നില്ല, അവൻ എടുക്കാത്ത. എനിക്കെങ്ങനെ അറിയാം? അവിടെ തുറക്കണം. നീ ശരി കൊടുത്താ പോടാ വാസി. അവൻ അത്യാവശ്യം ഉണ്ട്, കാണുമായിരുന്നു. ഞാൻ നിന്നെ ചോദിക്കാറാ വിളിക്കാൻ. നീ പോടാ, നീ പോ. ആ, ഞാൻ അവനെ എടുത്തോളാം. നീ കുറേ കയറി വരെയാണ് കേട്ടാ വാസി, കേട്ടാ. എൻ്റെ സ്വഭാവം മാറ്റല്ലേ. പൈസ നീ പൈസക്കാരെ തീരുമാനം ഉണ്ടാക്കടാ. ഡേയ്, എനിക്ക് മനസ്സിലായി, നിനക്ക് എൻ്റെ അടുത്ത് മൊത്തത്തിൽ അസൂയാണ്. എന്തിനു നിന്റെ അടുത്ത് അസൂയ? നീ കൂടുതൽ കളിക്കാൻ നിൽക്കല്ലേട്ടാ. കൂടുതൽ കളിച്ചാലേ നിനക്ക് ഈ മുടി പിടിച്ച് കെട്ടിക്കളഞ്ഞേ. നിന്റെ ഈ ചകരി പോലത്തെ മുടി കൊണ്ട് പോടാ. നിനക്ക് ഈ മുടിക്ക് നീ മറുപടി പറയൂല കേട്ടാ. പോടാ. എടേ, ഇല്ല, ഞാൻ കടവരെ പോയിട്ട് വരും. അപ്പുറം പോയിട്ട് നീ എവിടെ പോയിട്ടു? അച്ഛോയ്, എന്തോന്ന് ഭാസ്യങ്ങള്? ചുമ്മാ കാപ്പിരി മുടി കൊണ്ടെന്ന് മുമ്പ് കണ്ടി ഷോ കാണിക്കുന്നു. അങ്ങനെ വിടാനൊന്നും പറ്റൂല. ഷോ ഭയങ്കര തന്നെ, ഒരു രക്ഷയില്ല കേട്ടാ. ഈ മുടിയൻ ചേട്ടനെ ഒപ്പം കൂടിയതാണ് പ്രശ്നമായത്. ഈ മുടി കാണിച്ച് എന്നെ മുടിയെ കൈക്കലാക്കിയത് എന്തിന്? പൈസ കൊടുക്കാതിരിക്കാൻ വേണ്ടി. അതെ, ഈ മുടി എന്ന് പറഞ്ഞാൽ മുടിയൻ്റെ വീക്ക്നെസ് ആണല്ലോ. അതെ, ആ വീക്ക്നെസ് ഞാൻ മാറ്റി കൊടുക്കാം. അതിന്റെ വീക്ക്നെസ് അത് മാത്രമല്ല, ചേട്ടനെ ഇപ്പൊ 24 hours ഭാസ്യങ്ങളിലപ്പോ ആണല്ലേ. ഉണ്ടാവോ എന്തോ. നിർത്തി കൊടുക്കാം. അച്ഛാ, അച്ഛൻ ഭാസ്യങ്ങളൊന്നും ചെയ്യാനൊന്നും നിക്കണ്ട. ഭാസ്യങ്ങൾ ചുമ്മാ ഷോ കാണിക്കണല്ലേ. പാവം അല്ലേ? ഓ പാവം. പൈസ കേസില്ലേ അവൻ കുറച്ച് ഇറിവിരിക്കുകയാണ്. തൽക്കാലം കുറച്ച് സാധാരണ കൊടുക്കാം അല്ലേ? അച്ഛാ, അത് വേണ പോട്ടെന്നെ. ഇവളൊന്ന് നഖം പണി കഴിഞ്ഞ് പുറം പണിക്കായ പോടി, കുറച്ച് റെസ്റ്റ് ഇതങ്ങ് ചെയ്ത് തീർക്കട്ടെ. ഇല്ലേ പാസി ആ ടെൻഷൻ അടിച്ച് പോകാനായിട്ടാ. ഇതിപ്പോ അങ്ങനെ തോന്നാൻ കാര്യം? അല്ല, ചുമ്മാ ഞാൻ വരട്ടി വിട്ട്, പൈസ തരാൻ വേണ്ടി വരട്ടി വിട്ട്. മുടി ഇവിടെ ഒന്ന് ഷോ, ഒരേ ഷോ മുടിയെ പറ്റി. എന്നെ മുടി കെട്ടിയിടുന്നൊക്കെ പറഞ്ഞു. ഞാനൊന്ന് വിളിക്കട്ടെ. അല്ല അച്ഛാ, അപ്പൊ അച്ഛനും ഭാസ്യങ്ങളും തമ്മിലുള്ള യുദ്ധത്തിന്റെ ഇടയിൽ മഞ്ഞ കുരുക്കി തുടങ്ങിയാ? എല്ലാ യുദ്ധത്തിനും ഒരു അവസാനം ഉണ്ടല്ലോ. എല്ലാ അവസാനത്തിനും ഒരു തുടക്കം ഉണ്ടല്ലോ. ആ ബാസിയടേ, എടാ ബാസി, ഇത് ടെൻഷൻ അടിക്കണ്ടാ. നീ നിന്റെ ഭാര്യ പുഷ്പല എടുത്ത് സമാനത്തോടെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി പതുക്കെ നീ മാല പണയം വെച്ചാൽ മതി. സാവകാശം 10 വർഷം കഴിഞ്ഞ് മതി എന്താ പൈസ. എടാ, ഒരു അവധി എന്നപ്പോൾ നീ കൂടെ ചാടാണിക്കടാ. എന്നിട്ടാടാ അങ്ങോട്ട് ഷോ കാണിക്കല്ലേ. എത്തിയാ എവിടെ? അല്ലയാ, എന്താ പൈസ പെട്ടെന്ന് അതൊന്നുമല്ല. അതെ, നീ ഒരു കാര്യം ചെയ്യ്. നീ പുഷ്പനെ വിളിച്ച് പറഞ്ഞ് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സമ്മതത്തോടെ സാവകാശത്തോടെ പതുക്കെ മാല പണയം വെച്ചാൽ മതി. താങ്ക് യു. പിന്നെ എവിടെ കെട്ടിയിടന്ന് പറഞ്ഞേ? എവിടെ എന്നെ എവിടെ കെട്ടിയിടന്ന് പറഞ്ഞേ? ആര്? നീ. എപ്പോ? ഇപ്പൊ പറഞ്ഞിട്ട് എവിടെ കെട്ടിയിടോന്ന്? കെട്ടിടാൻ പറ്റൂടെ? എത്ര ദിവസം ഇടുന്നറിയാ പടത്തായി.